അനിൽ നമ്പ്യാർ ഒരിക്കൽ കൂടി ചേർന്നുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ വലിയൊരു തീരാനഷ്ടം തന്നെയാണ് മാധ്യമ മേഖലയ്ക്ക്, പ്രത്യേകിച്ചും മലയാള സാഹിത്യത്തിന് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനകൾ എടുത്തു പറയേണ്ടതാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിടവാങ്ങലിനെ എങ്ങനെ നോക്കിക്കാണുന്നു? വിഷ്ണു, മലയാള മാധ്യമ രംഗത്തിനും അതുപോലെ സാഹിത്യ മേഖലയ്ക്കും കനത്ത നഷ്ടം തന്നെയാണ് എസ് ജയചന്ദ്രൻ നായരുടെ വിയോഗം. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ മലയാളത്തിലെ ലിറ്റററി ജേർണലിസത്തിന്, അതായത് സാഹിത്യ പത്രപ്രവർത്തനത്തിന് പുതിയ മാനം നൽകിയ ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു എസ് ജയചന്ദ്രൻ നായർ. മാതൃഭൂമിയുടെ ആധിപത്യമായിരുന്നു ഈ മേഖലയിൽ ഉണ്ടായിരുന്നത്. സാഹിത്യ പത്രപ്രവർത്തനം അത് മാതൃഭൂമിയുടെ കുത്തകയായിരുന്നു. അവിടെ നിന്ന് അത് കലാകൗമുദിയിലേക്ക്, നിരവധി വായനക്കാരെ കലാകൗമുദിയിലേക്ക് കൊണ്ടുവന്നത് എസ് ജയചന്ദ്രൻ നായരുടെ ആ ഒരു മിടുക്കായിരുന്നു, ആ ഒരു പാടവം ആയിരുന്നു. എനിക്ക് അദ്ദേഹവുമായിട്ട് വളരെ വ്യക്തിപരമായിട്ടുള്ള അടുപ്പം ഉണ്ടായിരുന്നു. കാരണം ഞാനൊക്കെ ജേർണലിസം തുടങ്ങിയ ആ കാലത്ത് 1997 ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം കഴിഞ്ഞ ശേഷം എനിക്ക് ഈ മേഖലയിൽ ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് വളരെ ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയ ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. ഇദ്ദേഹം ദീർഘകാലം കലാകൗമുദിയുടെ പത്രാധിപരായിരുന്നു. അതിൽ നിന്ന് പിന്നീട് 97 ഇന്ത്യൻ എക്സ്പ്രസിന്റെ കീഴിലുള്ള സമകാലിക മലയാളം വാരിക ഒരു മാഗസിൻ തുടങ്ങുന്നത്. അതിന്റെ പത്രാധിപരായിരുന്നു എസ് ജയചന്ദ്രൻ നായർ. അതിന്റെ ആദ്യ ലക്കത്തിൽ തന്നെ എന്റെ ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, രാജ്യസമാചാരത്തിന്റെ നാട്ടിൽ എന്ന് പറഞ്ഞത്. അതായത് മലയാളത്തിലെ ആദ്യത്തെ പത്രമായിട്ടുള്ള രാജ്യസമാചാരം, അതിന്റെ ഒരു ചരിത്രം, അത് പിറന്നു വീണ മണ്ണ്, അതിനെക്കുറിച്ചൊക്കെ എഴുതിയ ഒരു ആർട്ടിക്കിൾ, അത് ഫസ്റ്റ് ലക്കത്തിൽ തന്നെ, ഈ സമകാലിക മലയാളം വാരികയുടെ ഫസ്റ്റ് ലക്കത്തിൽ തന്നെ അദ്ദേഹം അതന്ന് പ്രസിദ്ധീകരിച്ചു. മാത്രമല്ല അതിനുശേഷം അങ്ങോട്ട് ഒരു പങ്ക്തി കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൂടി അദ്ദേഹം എനിക്ക് തന്നു. കാരണം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പത്രപ്രവർത്തന രംഗത്ത്, മാധ്യമപ്രവർത്തന രംഗത്ത് കടന്നു വന്ന എന്നോട് ഏറ്റവും അധികായനായിട്ടുള്ള ഒരാൾ, അദ്ദേഹം പുലർത്തിയിരുന്ന ആ ഒരു അടുപ്പം, അദ്ദേഹം വഴികാട്ടിയായി നിന്നത്, എവിടെയൊക്കെ തിരുത്തണം, എവിടെയൊക്കെ ആഡ് ചെയ്യണം, അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശം നൽകിയ ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ് ഇത്. മാത്രമല്ല, നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ മാധ്യമപ്രവർത്തനത്തിൽ മാത്രമല്ല സാഹിത്യ രംഗത്തും അതുപോലെ ചലച്ചിത്ര മേഖലയിലും അദ്ദേഹം കൈവച്ചു എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട 2 ചിത്രങ്ങൾ, ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത പിറവി സ്വം, ഇതിന്റെ തിരക്കഥ ജയേന്ദ്രൻ നായരുടേതായിരുന്നു. മാത്രമല്ല അദ്ദേഹമാണ് ഈ ചിത്രങ്ങളുടെ നിർമ്മാതാവായിരുന്നത്. അതുകൊണ്ട് തന്നെ മലയാള സിനിമയെ രാജ്യാന്തര തലത്തിൽ എത്തിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ച വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. മാത്രമല്ല അദ്ദേഹം ഒരു എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന്റെ പ്രതിഭ തെളിയിച്ച ഒരു വ്യക്തി ആയിരുന്നു. ഒരിക്കലും അദ്ദേഹം, അതായത് മാധ്യമരംഗത്ത് ഒരു ജൂനിയറിനെ ആ രീതിയിൽ സമീപിക്കേണ്ട പോലെ ആയിരുന്നില്ല കൈകാര്യം ചെയ്യുന്നത്. കൃത്യമായിട്ട് നമ്മുടെ ഒരു പ്രസൻസ്, നമ്മുടെ ഒരു വ്യക്തിത്വം അംഗീകരിച്ചുകൊണ്ട് ഏത് രീതിയിലായിരിക്കണം ഇടപെടേണ്ടത്, ഒരു മാധ്യമപ്രവർത്തകന്റെ റോൾ, ഉത്തരവാദിത്തം എന്താണ് എന്ന് കൃത്യമായി പഠിപ്പിച്ചു തന്ന, കൃത്യമായി ചൂണ്ടിക്കാണിച്ച ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയായിരുന്നു അദ്ദേഹം. പത്രാധിപർ എന്ന ആ പേര് അത് അർത്ഥവത്താക്കുന്ന രീതിയിലുള്ള ഇടപെടൽ, പ്രവർത്തനം, അതുകൊണ്ട് തന്നെ എസ് ജയചന്ദ്രൻ നായരെന്നും വേറിട്ട് നിൽക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം ഈ ഒരു പബ്ലിസിറ്റിയുടെ പുറകെ പോയിരുന്നില്ല. വളരെ നിശബ്ദമായി ഈ മേഖലയിൽ എത്രയോ കാലം, ഒരു 10-60 വർഷം വളരെ നിശബ്ദമായിട്ടുള്ള ഒരു സേവനം